18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. 437 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിക്ക് കേവലം പകുതി സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ. സ്വന്തമായി അവർക്ക് ഭൂരിപക്ഷവും ലഭിച്ചില്ല. യാതൊരു സ്ഥിരതയുമില്ലാത്ത 2 രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയിലാണ് അവർ ഇപ്പോൾ ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്നത്. അവരുടെ വോട്ട് ശതമാനവും കുറഞ്ഞു. BJPയുടെ വോട്ട് ശതമാനം കഴിഞ്ഞ 2019 ഇലക്ഷനിൽ 37% ഇപ്പോൾ അത് 36% കുറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് രീതി തന്നെ മാറ്റാൻ BJP ഒരുങ്ങുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഒരു പുതിയ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശവുമായി ആ പാർട്ടി വന്നത്. 129ാം ഭരണഘടനാ ഭേദഗതി നിർദ്ദേശമാണത്. ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്നാണ് ഈ ഭരണഘടനാ ഭേദഗതിയുടെ ഉള്ളടക്കം. നമ്മുടെ രാജ്യത്ത് നേരത്തെയും പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. 52, 57, 62, 67 ഈ വർഷങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിലേക്കും അസംബ്ലികളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അത് പ്രായോഗികമല്ല എന്നുള്ളതാണ്. 1957 പാർലമെൻറ്റിലേക്കും കേരള സംസ്ഥാന നിയമസഭയിലേക്കും ഒരുമിച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ 1959 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിട്ടു. അതിൻ്റെ ഫലമായി 1960 കേരള സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. 1967 ഏറ്റവും ഒടുവിൽ പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും തിരഞ്ഞെടുപ്പ് വന്ന ആ വർഷമാണ്. 1967 അധികാരത്തിൽ വന്ന നിരവധി സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഏതാണ്ട് 8ഓളം സംസ്ഥാന ഗവൺമെൻറ്റുകൾ 1969 ആയപ്പോഴേക്കും നിലം പതിച്ചു. ആ സംസ്ഥാനങ്ങളിലെല്ലാം 1969കളുടെ ഒടുവിലും 1970കളിലുമായി വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടി വന്നു. എന്തിനു പറയുന്നു, ആ പാർലമെൻറ്റ് തന്നെ 1970 മിസസ് ഗാന്ധി പിരിച്ചുവിട്ട് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. പാർലമെൻറ്റുകളുടെ കഥയും വ്യത്യസ്തമല്ല. പാർലമെൻറ്റുകൾ തന്നെ അസ്ഥിരമാണ്. ഉദാഹരണത്തിന് 11ാം ലോക്സഭയുടെ കാലാവധി കേവലം 2 വർഷമായിരുന്നു. 1996 മുതൽ 98 വരെ. 12ാം ലോക്സഭയുടെ കാലാവധി കേവലം 13 മാസമായിരുന്നു. പാർലമെൻറ്റുകൾക്ക് തന്നെ 5 വർഷം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. സംസ്ഥാന അസംബ്ലികൾക്ക് പലപ്പോഴും കാലാവധികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രം ഒരു ഇലക്ഷൻ, പാർലമെൻറ്റിലേക്കും അസംബ്ലികളിലേക്കും ഒരേ സമയം ഇലക്ഷൻ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ സാധിക്കാതെ വന്നത്. ഇപ്പോൾ BJP അവർക്കുണ്ടായ കനത്ത സ്റ്റണ്ണിങ് ഡിഫീറ്റ്, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ തിരഞ്ഞെടുപ്പ് രീതി വീണ്ടും പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമുണ്ട്. ഈ ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസഭയിലും ലോക്സഭയിലും അവർക്ക് കേവല ഭൂരിപക്ഷം വേണം. 2 സഭകളും കൂടി ഒരുമിച്ച് സമ്മേളിച്ച് അവിടെ സന്നിഹിതരായവരുടെ 1/2 ഭൂരിപക്ഷവും വേണം. അപ്പോൾ ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. ആ പശ്ചാത്തലത്തിലാണ് അവർ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശവുമായിട്ട് പാർലമെൻറ്റിൽ വന്നത്. എന്നാൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ അപ്രായോഗികമാണെന്നും ഇത് നമ്മുടെ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് വലിയ വിനാശം സൃഷ്ടിക്കുമെന്നും പാർലമെൻറ്റിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേവലം യാന്ത്രികമായ 5 വർഷത്തെ തിരഞ്ഞെടുപ്പുകൾ എന്നതിനപ്പുറത്ത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ഒരു വൈവിധ്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വൈവിധ്യം, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് കേവലം 5 വർഷം കൂടുമ്പോൾ ഉള്ള തിരഞ്ഞെടുപ്പുകൾ എന്നതിനേക്കാൾ അപ്പുറം വിവിധ ജനവിഭാഗങ്ങളുടെ ആശയാഭിലാഷങ്ങളുടെ ഒരു പ്രതിഫലം എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. വിവിധ പ്രദേശങ്ങളുടെ, വിവിധ ജനവിഭാഗങ്ങളുടെ, വിവിധ
എഥനിക് ജനവിഭാഗങ്ങളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിവിധ ജനസമൂഹങ്ങളുടെ, അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളുടെ എല്ലാം ഒരു ആവിഷ്കാരമായിട്ടാണ് നമ്മുടെ ഇലക്ഷൻസ് വരുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മുടെ സ്റ്റേറ്റ് പോളിറ്റിക്സ് എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഒരു പാർട്ടി ഭരിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടികൾ ഭരിക്കും. ആ സ്റ്റേറ്റ് പോളിറ്റിക്സ് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ വളരെ വൈവിധ്യവൽക്കരിക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരേ സമയം പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ സ്റ്റേറ്റ് പോളിറ്റിക്സിൻ്റെയും ആ ഫെഡറൽ പോളിറ്റിക്സിൻ്റെയും വലിയ ഒരു തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളെയൊക്കെ പിരിച്ചുവിടേണ്ടി വരും. ഇപ്പോഴത്തെ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത് 2029 കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് 2026. 2026 കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കണം. 5 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കണം. പക്ഷേ ഒരു രാഷ്ട്രം ഒരു ഇലക്ഷൻ എന്ന നിയമം പ്രാബല്യത്തിൽ വന്നാൽ 3 വർഷം കഴിഞ്ഞ് കേരള നിയമസഭ പിരിച്ചുവിടേണ്ടി വരും. അതുപോലെ 2029 കാലാവധി പൂർത്തിയാക്കാത്ത ഇന്ത്യയിലെ നിരവധി നിയമസഭകൾ പിരിച്ചുവിടേണ്ടി വരും. അപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനോടൊപ്പം സംസ്ഥാന അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ നടത്താൻ വേണ്ടി സംസ്ഥാനങ്ങളുടെ റൈറ്റ് 5 വർഷം സംസ്ഥാന നിയമസഭകൾ ഭരിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫെഡറലിസത്തിൻ്റെ മേൽ, സ്റ്റേറ്റ് പോളിറ്റിക്സിൻ്റെ മേൽ ഉള്ള വലിയ ഒരാക്രമണം എന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ, അടിസ്ഥാന സ്ട്രക്ചറിനെ ചോദ്യം ചെയ്യുന്നതാണ്. നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിൻ്റെ മൗലികമായ പ്രമാണങ്ങളിൽ ആർക്കും ഇടപെടാൻ സാധിക്കത്തില്ല. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഒരിക്കൽ പോലും കേന്ദ്രം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അത് സംസ്ഥാനങ്ങളുടെ ഒരു സമ്പുടമാണ്. ആ സംസ്ഥാനങ്ങളുടെ അവകാശത്തിന് മേൽ കടന്നു കയറാൻ നമ്മുടെ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അതുകൊണ്ട് 5 വർഷം കൂടുമ്പോൾ പാർലമെൻറ്റിലേക്ക് ഇലക്ഷൻ നടത്തുന്നത് പോലെ സംസ്ഥാനങ്ങളിലേക്ക് 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടത്താൻ ആ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കാലാവധി പൂർത്തിയാക്കാൻ അവകാശമുണ്ട്. ആ മൗലിക പ്രമാണത്തെയാണ് ഈ നിയമത്തിലൂടെ ലംഘിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ ഒരു ഘട്ടമായി നടത്താൻ എത്ര വിഷമമാണ്. ഈ കഴിഞ്ഞ 18ാം ലോക്സഭയിൽ ബീഹാറിൽ ഇലക്ഷൻ നടത്തിയത് 8 ഘട്ടങ്ങളായിട്ടാണ് ബീഹാറിൽ ഇലക്ഷൻ നടത്തിയത്. അതിനാവശ്യമായ ലോജിസ്റ്റിക്സ് എല്ലാം ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട്. 140 കോടി വരുന്ന നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ, 28 സ്റ്റേറ്റുകൾ, കേന്ദ്ര പാർലമെൻറ്റ്, ആ തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് നടത്തുക എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണ്. ഡോക്ടർ അംബേദ്കറോട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. നമ്മുടെ രാജ്യത്ത് പാർട്ടികൾ അധികാരത്തിൽ വന്ന, പ്രത്യേകിച്ചും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ ആ പാർട്ടികൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മാനിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ഒരു പാർട്ടി എത്ര വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാലും ഈ ഭരണഘടനയുടെ അന്തസ്സത്തെ ലംഘിക്കാൻ പാടില്ല. ഇതിനെയാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് വിളിച്ചത്, ഭരണഘടനാ ധാർമ്മികത. പാർലമെൻറ്റിൽ ഈ ബില്ല് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നപ്പോഴും നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച നടന്നപ്പോഴും നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ എപ്പോഴും റെഫർ ചെയ്ത ഡോക്ടർ അംബേദ്കറെയാണ്. കാരണം അംബേദ്കർ എല്ലാ കാലത്തും ഈ ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. BJPയുടെ അംഗങ്ങൾക്ക് പോലും ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ലോക്സഭയിൽ സന്നിഹിതരാകണമെന്ന് വിപ്പ് കൊടുത്തിരുന്നു. 20 പാർലമെൻറ്റ് അംഗങ്ങൾ അതിൽ പങ്കെടുത്തില്ല. ഇപ്പോൾ അവർക്ക് BJP ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. BJPയെ പിന്താങ്ങുന്ന സഖ്യകക്ഷികൾക്കും താല്പര്യമില്ല. ഇന്ത്യ മുന്നണി വളരെ ശക്തമായ പ്രതിരോധമാണ് ഉയർത്തിയത്. ഇവരെല്ലാവരും ചൂണ്ടിക്കാണിച്ചത് ഡോക്ടർ അംബേദ്കറിൻ്റെ
ശക്തമായ നിലപാടുകളാണ്. ഇതിൽ അസ്വസ്ഥനായ നമ്മുടെ ആഭ്യന്തരകാര്യമന്ത്രി അമിത്ഷാ, അംബേദ്കർ 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 നമ്മുടെ ഭരണഘടനാ ശില്പിയെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇതൊരു പുതിയ അനുഭവമല്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ പ്രചാരണ വേളയിൽ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ഹെയ്റ്റ് സ്പീച്ചസ്, മുസ്ലിം സമുദായത്തിന് നേർക്ക് നടത്തിയ ഹെയ്റ്റ് സ്പീച്ചസ്, വിദ്വേഷ പ്രസംഗങ്ങൾ, അതിനെതിരെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയെടുത്തില്ല. ജനങ്ങളുടെ മൗലിക പ്രശ്നങ്ങളെല്ലാം മറക്കുന്നു. ഒരു $1 വാങ്ങാൻ 60 രൂപയായിരുന്നു. ഇപ്പോൾ 85 രൂപ കൊടുത്താലാണ് $1 കിട്ടുന്നത്. രൂപയുടെ മൂല്യശോഷണം വളരെ ഗുരുതരമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഗ്രാമീണ മേഖലയിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നഗരങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ കൃഷിക്കാരുടെ നടുവൊടിഞ്ഞിരിക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്നറിയാതെ ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള മൗലിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും തെരഞ്ഞെടുപ്പ് രീതികളിൽ മൗലികമായ മാറ്റം വരുത്താനുമാണ് ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമാണ്, നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണ്. അത് ഒരു തരത്തിലും പ്രായോഗികമല്ല. അതിനെ ശക്തമായിട്ട് എതിർത്ത പ്രതിപക്ഷത്തെ നേരിടാൻ അംബേദ്കറെ ആക്ഷേപിച്ച അമിത്ഷായുടെ നടപടി അത്യന്തം അപലപനീയമാണ്.